ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല രുചിയേറിയ ഒരു ചിക്കൻ റോളാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിംഗ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇഫ്താറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ റോള് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് ഈസ്റ്റ് കുതിർത്തെടുക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു അരക്കപ്പ് വരെ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഈസ്റ്റ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി 1.5 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. മൈദയും ഉപ്പും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈസ്റ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം മതിയാവില്ല, ഞാൻ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പാല് നിർബന്ധമൊന്നുമില്ല, വീണ്ടും വെള്ളം തന്നെ ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. പാല് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും. ഈ മാവ് നമുക്ക് നല്ലതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇവിടെ അടച്ചു വെക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നല്ലതുപോലെ പൊങ്ങി കിട്ടും. അതിനായിട്ട് ഞാനിതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഒരു ഫുഡ് പ്രോസസ്സറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കളറൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റുക. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. 1 മിനിറ്റ് വരെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴേക്കും ചിക്കൻ്റെ കളറൊക്കെ മാറി കണ്ടില്ലേ, നല്ലൊരു വെള്ള കളറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചെറിയ ഉരുള, നമ്മൾ പൂരി ഉണ്ടാക്കാൻ ഒരു വലിയ പൂരി ഉണ്ടാക്കുന്ന അത്രയുമുള്ളൊരു ഉരുള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നേരിയതായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരത്തുന്നില്ല, അത്രയും നേരിയതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം പൊങ്ങി വരും ഈസ്റ്റ് ചേർത്തതുകൊണ്ട്. അതുകൊണ്ട് നല്ല നേരിയതായിട്ട് തന്നെ പരത്തുക. ഇനി ഞാനിതിലേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലൈസിന് പകരം ഷ്രെഡ് ചെയ്ത മൊസോറല്ല ചീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെഡാർ ചീസ് ഒരു സ്ലൈസിൻ്റെ പകുതി മാത്രമേ വെക്കുന്നുള്ളൂ. അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഷ്രെഡ് ചെയ്ത ചീസാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ക്രീം ചീസാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് നല്ലോണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ 2 ഭാഗവും മടക്കി വെച്ചതിന് ശേഷം നല്ലതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. മാക്സിമം ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതി കേട്ടോ. കോൺഫ്ലേക്സാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. അത് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി എടുത്തിട്ടുണ്ട്. പാലിന് പകരം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുട്ടയും ചേർക്കാം കേട്ടോ. മുട്ട വെച്ചിട്ടും ചെയ്യാം. ഞാനിത് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലേക്സ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ടയും ബ്രെഡ് ക്രംസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പാലിൽ നല്ലതുപോലെ ഒന്ന് ആദ്യം ഡിപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം കോൺഫ്ലേക്സ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയമെടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ പുറം ഭാഗം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗോൾഡൻ കളറാകുന്നത് വരെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നല്ല ക്രിസ്പിയും നല്ല ഡാർക്ക് ഗോൾഡനും ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട് പുറം ഭാഗമൊക്കെ. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. റോൾ മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്